ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ആടിൻ്റെ മജ്ബൂസാണ്. അതായത് ആട് പുഴുങ്ങി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനെ പുറത്തെടുക്കുക. അത് മസാല ഒക്കെ ഇടും നിങ്ങൾ. ആദ്യം നമ്മൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ അഴുക്കൊക്കെ മേലോട്ട് പൊന്തി വരും. അതെല്ലാം നമ്മൾ കോരി കളഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പും മസാലയൊക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങി എടുക്കും. കടയിലെ കുറച്ച് നേരം നമ്മളിങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പിടുക ആവശ്യത്തിന്. ഒരാട് ഫുൾ ആടാണ് അതിനുള്ളത്. ഒരു കണക്കിൽ നമുക്ക് ഉപ്പിട്ടതിന് ശേഷം അതിൽ മസാല, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അറബി മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് അങ്ങ് പുഴുങ്ങി ഏകദേശമൊക്കെ ഒരു ഫുൾ വെന്തതിന് ശേഷം ഞങ്ങൾ അതിൽ നിന്നങ്ങ് പുറത്തെടുക്കും. വെന്ത് നല്ല വന്നതിന് ശേഷം ഞങ്ങൾ അതിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് തക്കാളി പേസ്റ്റ്, കുറച്ച് സാഫ്രാൻ എന്ന് പറയുമ്പോൾ കുങ്കുമപ്പൂ, ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ കുഴച്ചതിന് ശേഷം ആടിൻ്റെ ദേഹത്തിട്ട് പുരട്ടും. ഇതിപ്പോൾ ആട് വെന്തിട്ടുണ്ട്. ഇത് തലയാണ് ആടിൻ്റെ. ഒരാടെന്ന് പറയുന്നത് ഒരാടും ഉണ്ട്, പിന്നെ കുറച്ച് 2-3 പീസും കൂടെ കുറച്ചിട്ടുണ്ട്. ഒരാട് പുറത്ത് കൊടുക്കാനും ഈ ചെറിയ കുറച്ച് പീസുള്ളത് ഉള്ളിൽ നമ്മുടെ കഫയിൽ കണ്ടില്ല. ഇതിപ്പോൾ ആട് പുറത്തെടുത്ത് കുറച്ച് നിറം അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ തക്കാളി പേസ്റ്റും പിന്നെ കുറച്ച് സാഫ്രാൻ എല്ലാം കൂടെ മിക്സാക്കിയ സോസാണ് ഞാൻ അതിൻ്റെ മീതെ ഒഴിക്കുന്നത്. അതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓവനിൽ വെക്കും. ഓവനിൽ വെച്ച് നല്ല ചുവന്നെടുക്കും. വേറെ യാതൊരു ഇതും ഒന്നും ചേർക്കില്ല. ഇത്ര തന്നെ ഓവനിൽ വെച്ച് മൊരിച്ചതിന് ശേഷം പിന്നെ ചോറ് ഞാൻ പ്രത്യേകം വയ്ക്കും, മജ്ബൂസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ മൊത്തം സെറ്റാക്കുന്ന വീഡിയോയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടില്ല, മജ്ബൂസ് വെച്ചതിന് ശേഷം ചോറൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മീതെ ഈ ഇറച്ചി അങ്ങ് വയ്ക്കും. കണ്ടില്ലേ, എല്ലാം സെറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇതൊന്ന് ഉള്ളിൽ, അതായത് പുറത്ത് കൊടുത്തിട്ടുള്ള ഭക്ഷണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.